ശീലങ്ങൾ. എന്ത് ശീലത്തെ പറ്റിയാണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഈ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. നമ്മൾ ഈ ലേറ്റ് 90s കിഡ്സും ഏർലി 2K കിഡ്സും. അയ്യോ, ഇനി കിഡ്സ് എന്ന് പറയണോ അതോ അങ്കിൾസ് എന്ന് പറയണോ? വേണ്ട, നമുക്ക് കിഡ്സ് മതി. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇനി എന്താവുമെന്നൊരു പിടുത്തം കിട്ടാതെ കൂടെ നിന്നവരെല്ലാം പല വഴിക്കാകുകയും പലരുടെയും കല്യാണത്തിൻ്റെ സ്റ്റാറ്റസുകൾ കണ്ടും ലൈഫ് നമ്മൾ വിചാരിച്ച അത്ര സ്മൂത്ത് അല്ല എന്ന് തിരിച്ചറിയുന്നത് ഈ വൃത്തികെട്ട ഫേസിലാണ്. അതിനെ നമ്മൾ മിഡ് 20s ക്രൈസിസ് എന്നൊക്കെ പറയുമെങ്കിലും അതത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. ഇങ്ങനൊരു സ്ട്രഗ്ലിംഗ് ഫേസിൽ ഞാൻ കൂട്ടുപിടിച്ചൊരു ശീലത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അതെ, വായനാശീലം. കാതോരം സടുകുടു സത്തം ഏതേതോ നൂറോസൈ. കാതോരം സടുകുടു സത്തം ഏതേതോ നൂറോസൈ. ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ല. എനിക്ക് കൂട്ടുന്ന ധാരാളം കഥാപാത്രങ്ങളുണ്ട്. കടൽ ശാന്തമാണെങ്കിൽ അങ്ങകലെ ഒരു വെള്ളി രേഖ പോലെ വെള്ളിയാങ്കല്ല് എനിക്ക് തെളിഞ്ഞു കാണാം. ഒരു കാര്യം എനിക്കുറപ്പുണ്ട്, ഈ പുസ്തകങ്ങളുടെ കൂട്ട് എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയതിനേക്കാളും ഞാൻ ചിന്തിക്കുന്നത് എന്നെ തന്നെ കണ്ടെത്താൻ സാധിച്ച ഈ നാളുകളെ ആയിരിക്കും. മനസ്സേ മനസ്സേ തള്ളിപ്പോ വെസമേ നീ വിനീ. മനസ്സേ മനസ്സേ തള്ളിപ്പോ വെസ